ഇന്ന് നമുക്ക് ഉണ്ണിയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതും പഴത്തിന് പകരം ചക്കപ്പഴം ചേർത്തിട്ടുള്ള സ്വാദിഷ്ടമായ ഉണ്ണിയപ്പമാണ്. നല്ല മയമുള്ള ഉണ്ണിയപ്പം. കാണുമ്പോൾ തന്നെ നമുക്കറിയാം, നല്ല പഞ്ഞി പോലത്തെ ഉണ്ണിയപ്പം, അകത്ത് നല്ല മൃദുവായിട്ടുള്ള ഉണ്ണിയപ്പം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഇന്ന് കാണിക്കുന്നത്. ചക്കപ്പഴം ധാരാളം കിട്ടുന്ന ഈ സീസണിൽ നമുക്ക് എളുപ്പം തയ്യാറാക്കുകയും ചെയ്യാം. അതിനായി ആദ്യം പച്ചരി കുതിർക്കുക. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ബൗളിൽ 2 ബൗൾ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അതില്ല, 1 ബൗള് തേങ്ങ ഇതുപോലെ 1 ടീസ്പൂൺ നെയ്യിൽ നന്നായിട്ട് മൂപ്പിച്ച് മാറ്റി വയ്ക്കുക തണുക്കാനായിട്ട്. ഒരു 4 മണിക്കൂർ കുതിർന്ന പച്ചരി നന്നായി കഴുകി വെള്ളം നല്ലോണം വാർത്തതിന് ശേഷം മിക്സിയിലിട്ട് ശകലം വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കുക. വെള്ളം എത്ര കുറച്ച് ഒഴിക്കാൻ പറ്റുമോ അത്രയും കുറച്ച് ഒഴിച്ച് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക. അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതേ മിക്സിയിൽ നമുക്ക്, ഇപ്പം ഈ ബൗളിലാണ് ഞാൻ അരി എടുത്തിരിക്കുന്നത്, അതേ ബൗളിൽ 2 ബൗള് ചക്കപ്പഴം അരിഞ്ഞതും 1 ബൗള് ശർക്കര ചക്കപ്പഴത്തിൻ്റെ മധുരം അനുസരിച്ച് ശകലം കൂടെ വേണമെങ്കിൽ കൂട്ടുക. ഇത് ചക്കപ്പഴത്തിന് നല്ല മധുരം ഉള്ളതുകൊണ്ട് ഞാൻ 1 ബൗള് ശർക്കരയെ ചേർത്തിട്ടുള്ളൂ. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്ത് ശകലം വെള്ളം കൂടെ ഒഴിച്ച് ഇതും നല്ലോണം അരച്ചെടുക്കുക. നന്നായിട്ട് അരഞ്ഞ് കിട്ടാനാണ് അരച്ച് വെച്ചിരിക്കുന്ന അരിയും കൂടെ ശകലം അതിലേക്ക് ഇട്ടത്. അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/2 ടീസ്പൂൺ ചുക്കുപൊടിയും 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കണം. ഇപ്പോൾ ആ മിക്സിയിൽ ബാക്കിയുള്ള അരിയും കൂടെ കൊള്ളുന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കറക്കിയെടുക്കുക. ഇത് മിക്സിയിൽ എല്ലാം കൂടെ ഇടുമ്പോൾ നമുക്ക് ലോഡ് കൂടുന്നത് കൊണ്ടാണ് ആദ്യം അരച്ച് വെച്ച അരി മുഴുവനായിട്ട് ഞാൻ ഇടാതിരുന്നത്. ആവശ്യത്തിനുള്ള ശകലം വെള്ളം മിക്സി കഴുകിയതും കൂടെ ചേർത്ത് അതിൻ്റെ പരുവം എന്ന് പറയുന്നത് ഇതുപോലെ ഒന്ന് ഒഴുകി കിട്ടുന്ന പരുവായിരിക്കണം, കട്ടിയുമായിരിക്കണം. അത് നമുക്കൊരു 4 മുതൽ 6 മണിക്കൂർ വരെ മാറ്റി വയ്ക്കാം പുളിക്കാനായിട്ട്. പുളിച്ച് കഴിയുമ്പം മാവ് നല്ലോണം ഇതുപോലെ ഇളക്കി അതിൻ്റെ പരുവം എന്ന് പറയുന്നത് ഇതുപോലെ ഒഴുകുന്നതും ആയിരിക്കും, ശകലം കട്ടിയും ആയിരിക്കും. ഉണ്ണിയപ്പക്കാരയിൽ ഒരു ശകലം നെയ്യ് ഇതുപോലെ ഒഴിച്ച് അതൊന്ന് ഉരുകി കഴിയുമ്പം ആ കുഴി നിറയാനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. കുഴി നിറയാനുള്ള വെളിച്ചെണ്ണ മതി. അപ്പം നമ്മൾ ഉണ്ണിയപ്പം മാവ് ഒഴിക്കുമ്പം എണ്ണ കുറച്ചും കൂടെ പൊങ്ങി വന്നോളൂ. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ മീഡിയം തീയിലേക്ക് മാറ്റിയിട്ട് മാവ് നമുക്ക് എല്ലാ കുഴിയിലും ഇതുപോലെ പകരാം. മാവ് പകർന്ന് കഴിയുമ്പം ഉണ്ണിയപ്പം തന്നെത്താനെ ഒന്ന് പൊങ്ങി വരുമ്പം അത് നമുക്ക് തിരിച്ചിടാവുന്നതാണ്. ഇപ്പം എല്ലാ മാവും പകർന്ന് കഴിഞ്ഞപ്പം ആദ്യം ഒഴിച്ച ഉണ്ണിയപ്പം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അത് ഒരു ചെറിയ കമ്പ് ഉപയോഗിച്ച് ഇതുപോലെ തിരിച്ചിട്ടാൽ മതി. എല്ലാ ഉണ്ണിയപ്പവും പൊങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചാൽ മതി. ഇത് നല്ല ബോൾ പോലെ കിട്ടുന്ന ഉണ്ണിയപ്പമാണ്. അതിൻ്റെ പരുവം കറക്റ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ബോൾ പോലെ തന്നെ ഉണ്ണിയപ്പം കിട്ടും. തിരിച്ചും മറിച്ചും ഇട്ട് നല്ലോണം ഗോൾഡൻ കളർ ആവുന്നത് വരെ വേവിച്ചെടുക്കുക. അതിൻ്റെ അകം നല്ലോണം വേവണം. തീ അതുകൊണ്ട് മീഡിയവും ശകലം കുറവും അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കണം. ഇപ്പം നന്നായിട്ട് വെന്ത് കഴിയുമ്പം ഇതുപോലെ നമുക്ക് ഒന്നുകിൽ ഓരോന്നായിട്ട് ഇതുപോലെ കുത്തിയെടുക്കാം. കാണുമ്പോൾ തന്നെ അറിയാം നല്ല ബോൾ പോലെ വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒരു വലിയ പപ്പടക്കമ്പി കൊണ്ട് എല്ലാം ഒരുമിച്ച് ഇതുപോലെ നമുക്ക് കുത്തിയെടുക്കുകയും ചെയ്യാം. ഒന്നുകിൽ ഓരോന്നായിട്ട് കുത്തിയെടുക്കുക, ഇല്ലെങ്കിൽ ഇതുപോലെ എല്ലാം ഒരുമിച്ച് ഇതുപോലെ കുത്തിയെടുത്താലും മതി.
പരത്തിയെടുത്ത് നമ്മളൊരു പാത്രത്തിൽ പകർന്നു കഴിയുമ്പം ആ പാത്രം ഒന്ന് അടച്ച് വെക്കണം. അപ്പം നല്ല മയമുള്ള ഉണ്ണിയപ്പമായിട്ട് കിട്ടും. ഇതുപോലെ ബാക്കിയുള്ള ഉണ്ണിയപ്പവും തയ്യാറാക്കി എടുക്കുക. മാവ് ഒരുപാട് വെള്ളം ആവരുത്, ചക്കപ്പഴം ആയതുകൊണ്ട് എണ്ണ കുടിക്കും. ഇതാ ചൂടോടെ ശകലം ഒരു എണ്ണമയം നമുക്ക് കയ്യിലും കാണും. നന്നായിട്ട് തണുത്ത് കഴിയുമ്പം എണ്ണയൊട്ടും കുടിക്കത്തില്ല. ഇതുപോലെ നമ്മൾ അടച്ച് വെക്കണം ഉണ്ടാക്കി കഴിയുമ്പം, എങ്കിലേ അതിൻ്റെ ആ സോഫ്റ്റ്നെസ് നല്ല പഞ്ഞി പോലത്തെ ഉണ്ണിയപ്പം നമുക്ക് കിട്ടത്തുള്ളൂ. മുറിച്ച് കാണിക്കുമ്പോൾ അറിയാം അതിൻ്റെ അകത്തെ ടെക്സ്ചർ നല്ലോണം ഇതുപോലെ പഞ്ഞി പോലത്തെ ചക്കയപ്പം. എല്ലാവരും ഇതുപോലത്തെ ഉണ്ണിയപ്പം ഒന്ന് തയ്യാറാക്കി നോക്കുക. ചക്കപ്പഴം നമുക്ക് ഈ സീസണിൽ ധാരാളം കിട്ടുന്നതുമാണ്. വളരെ സ്വാദിഷ്ടവും നല്ല മയമുള്ള ഉണ്ണിയപ്പവുമാണ്. തയ്യാറാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.